കോൺഗ്രസിന്റെ വലിയ ആയുധമായിട്ട്, പ്രചരണായുധമായിട്ട് രാഹുലിനൊപ്പം ചേർന്ന് നിന്ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഈ പറയുന്ന പ്രമീള ശശിധരനും ശിവരാജനെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ്, സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇവർ രണ്ടുപേർക്കും ഇപ്പൊ നിലവില് BJP അത്തരത്തിലുള്ള ഈ പറയുന്ന സ്ഥാനാർത്ഥിയാകാനുള്ള അവസരങ്ങൾ നൽകിയിട്ടില്ല. അതിൽ പ്രഥമ കാര്യം അങ്ങനെ സീറ്റ് നിഷേധിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ പറയുന്ന ആളുകളുടെ പിന്തുണ നിങ്ങൾ പാലക്കാട്ടെ ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. രാഹുൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നത്. നഗരസഭ പിടിക്കണം എന്ന് തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. ആ പ്രവർത്തനങ്ങൾ, അതിനിടയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകുമെന്നൊന്നും പ്രവചിക്കാൻ കഴിയുകയില്ല. സ്ഥിതിഗതികൾ രാഹുലിന് വളരെ അനുകൂലമാണ്. പാലക്കാട് നഗരസഭ പിടിക്കുക എന്നുള്ളത് രാഹുൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് അസാധ്യമാണെന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടം 18,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറിയ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നഗരസഭയുടെ പരിധിയിൽ പോലും ഭൂരിപക്ഷം രാഹുലിനായിരുന്നു എന്നുള്ളതാണ്. അപ്പോ